പഞ്ചാരക്കൊല്ലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കഴുത്തിലെ ആഴമേറിയ 4 മുറിവുകളാണ് മരണകാരണം. കടുവയുടെ വയറ്റിൽ നിന്നും രാധയുടെ വസ്ത്രത്തിന്റെയും മുടിയുടെയും ഭാഗങ്ങൾ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. വനം വകുപ്പിന്റെ ഡേറ്റാബേസിലുള്ള കടുവയല്ലെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ പറഞ്ഞു. മരണകാര്യത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു മെറ്റാലിക് പാർട്സ് ഒന്നും ഇതിനകത്ത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്യും. കടുവയുടെ ഒരു ഗട്ട് പരിശോധിക്കുമ്പോൾ കുടൽ ആമാശയൊക്കെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് അദാരുണമായ സംഭവത്തിൽ മരിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ, വസ്ത്രത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ മാനന്തവാടി DFO ഓഫീസിൽ അവലോകന യോഗം പുരോഗമിക്കുകയാണ്. ആഷിഖ് റഹ്മാനോട്. ആഷിഖ്, 2 കാര്യങ്ങൾ. ഒന്ന്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം മാനന്തവാടി DFO ഓഫീസിലെ അവലോകന യോഗം അത് പുരോഗമിക്കുന്നുണ്ടല്ലേ? സേതുലക്ഷ്മി, ഈ കടുവ ചത്തത് എങ്ങനെയെന്നുള്ളത് ഒരു ദുരൂഹത ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ മുതൽ. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു കടുവ പ്രത്യേകിച്ച് ഒരു 6 മണിയോട് കൂടി ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അതെങ്ങനെയാണ് ചത്തത്? പ്രത്യേകിച്ച് അതിന്റെ കഴുത്തിൽ ആഴത്തിലേറെ മുറിവുണ്ടെന്നുള്ളത് നേരത്തെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് രക്തക്കറ ഉണങ്ങി അതിന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് കടുവയ്ക്ക് ഇത്തരത്തിലൊരു ആക്രമണം ഏറ്റത് എന്നുള്ളതൊരു സംശയം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഒരു RRTയുമായിട്ട് ഏറ്റുമുട്ടലിൽ ഈ കടുവയ്ക്ക് നേരെ RT സംഘം വെടിയുതിർത്തിരുന്നു. അപ്പോൾ ആ വെടിയുതിർത്തിന്റെ ഭാഗമായിട്ടാണ് മുറിവേറ്റത്. അങ്ങനെയാണ് കടുവ ചത്തതെന്ന് തുടങ്ങി വലിയ സംശയങ്ങൾ നിലനിന്നിരുന്നു. അതാണ് ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിലൂടെ കൂടുതൽ വ്യക്തമാകുന്നത്. ഈ വനംവകുപ്പ് പറയുന്നത് ഇന്നലെ രാത്രി 12:30 മുതൽ ഈ കടുവ ഇവരുടെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. ശേഷം 2:30 വരെ നിരീക്ഷിച്ചെങ്കിലും പിന്നീട് അവരുടെ നിരീക്ഷണത്തിൽ നിന്നും കടുവ പോവുകയായിരുന്നു. ശേഷം ഈ ഉൾക്കാട്ടിൽ വെച്ച് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഈ കടുവയ്ക്ക് പരിക്കേറ്റതെന്നാണ് ഇവർ പറയുന്നത്. അത് ഏകദേശം 4 മണിക്ക് ശേഷമാണ്. തുടർന്ന് 6 മണിയോട് കൂടി പഞ്ചാരക്കൊല്ലിയിലെ ഒരു വീടിന് സമീപത്തായി ഈ കടുവ ചത്തുനിലയിൽ കാണപ്പെടുകയായിരുന്നു. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങളുടെ പൂർത്തിക്ക് ശേഷമാണ് മാധ്യമങ്ങളോട് വിവരം അറിയിച്ചെങ്കിൽ പോലും ഈ പുലർച്ചെ തന്നെ കടുവ ചത്തു എന്നുള്ള കാര്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതായത് ബുള്ളറ്റോ മറ്റു കാര്യങ്ങളൊന്നും ഈ കടുവയുടെ ശരീരത്തിലില്ല. മറിച്ച് ഈ കടുവ ഭക്ഷിച്ച രാധയുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ മുടിയുടെ ചില അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ നമ്മോട് അറിയിക്കുന്നത്. ഇനി ഈ കടുവ ചാകാനുള്ള പ്രധാന കാരണമായി പറയുന്നത് ഇതിന്റെ കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ്. ഇതിന്റെ കഴുത്തിന്റെ ഭാഗത്തായി 4 ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടെന്ന് ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. ഇത് മറ്റൊരു കടുവയുള്ള ഏറ്റുമുട്ടലിലാണ് വരികയെന്നും അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ആക്രമണം നടത്തുന്ന സമയത്ത് പരസ്പരം ഏറ്റുമുട്ടുന്ന സമയത്ത് കഴുത്തിന്റെ ഭാഗത്താണ് ഈ കടുവകൾ കൂടുതലായി ആക്രമിക്കുക എന്നാണ് വനവകുപ്പിന്റെ ചീഫ് വെറ്ററിനറി സർജനായിട്ടുള്ള പ്രമോദ് ജി കൃഷ്ണൻ അടക്കം അറിയിക്കുന്നത്. അങ്ങനെ ഈ കടുവ മറ്റു കാര്യങ്ങൾ മൂലമല്ല, കൃത്യമായി മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം തന്നെ ഈ വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇപ്പോൾ DFO ഓഫീസിൽ വയനാട് മാനന്തവാടി മീറ്റിംഗ്, പ്രത്യേകിച്ച് വനംവകുപ്പിന് നേതൃത്വമുള്ള മീറ്റിംഗ് പുരോഗമിക്കുകയാണ്. ഇന്നലെ മന്ത്രി എത്തി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു പോലും പിന്നീട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മന്ത്രി അവിടെ പോയിരുന്നു. ശേഷം ഇന്ന് വീണ്ടും, അതായത് കടുവ ചത്തതിന് ശേഷം ഇതിന്റെ പോസ്റ്റ്മോർട്ടം അടക്കം വന്ന ശേഷം മറ്റ് നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് സ്ഥിരീകരിക്കേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് അതിൽ ജനപ്രതിനിധികളും വനംവകുപ്പിന്റെ അടക്കം ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗാണ് നടക്കുക.